ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ ആതുര സേവനം ചെയ്ത ഡോക്ടർ ഹെലൻ റോസ്വെയർ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ ഹെലൻ പ്രവർത്തിച്ചിരുന്ന ഓർഫനേജിലെ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയ ഉടനെ മരിച്ചുപോയി. ആ മാതാവിന് വേറെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. മാസം തികയാതെ പിറന്ന കുഞ്ഞിന് ചൂട് നൽകുവാൻ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ആവശ്യമായിരുന്നു. അവരുടെ കയ്യിൽ ഹോട്ട് വാട്ടർ ബാഗ് ഇല്ലായിരുന്നതിനാൽ ഓർഫനേജിലെ കുഞ്ഞുങ്ങളോട് ഈ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. കുട്ടികളെല്ലാവരും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതിലെ ഒരു കുട്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, ഇന്നു തന്നെ ഞങ്ങളുടെ പുതിയ കുഞ്ഞിന് ഒരു ഹോട്ട് വാട്ടർ ബാഗ് അയക്കണമേ. അതുമാത്രമല്ല, അവളുടെ മൂത്ത സഹോദരിക്ക് ഒരു പാവക്കുട്ടിയെയും കൂടെ അയക്കണം. അന്ന് ഉച്ചയ്ക്ക് ഇംഗ്ലണ്ടിൽ നിന്നും ഓർഫനേജിലേക്ക് ഒരു പാഴ്സൽ വന്നു. കുട്ടികൾ അതിൽ സൂക്ഷ്മതയോടെ നോക്കിയപ്പോൾ അതിൽ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ടായിരുന്നു. ഹോട്ട് വാട്ടർ ബാഗ് കണ്ടപ്പോൾ പ്രാർത്ഥിച്ച ആ കുഞ്ഞ് ഇപ്രകാരം പറഞ്ഞു: ദൈവം ഹോട്ട് വാട്ടർ ബാഗ് അയച്ചുവെങ്കിൽ അതിനുള്ളിൽ ഒരു പാവക്കുട്ടിയും കാണും. ആ പാഴ്സലിൽ അവർ ഒരു പാവക്കുട്ടിയെയും കണ്ടെത്തി. അതിലും വലിയ അതിശയമെന്നത്, ഈ പാഴ്സൽ ഇംഗ്ലണ്ടിൽ നിന്നും ചില സഹോദരിമാർ 5 മാസം മുൻപ് അയച്ചതായിരുന്നു. അവരുടെ ആവശ്യം അവർക്ക് മുൻപിൽ വെളിപ്പെടുന്നതിന് മുന്നമേ, അവർ ആ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ ദൈവം മറുപടി അയച്ചു കഴിഞ്ഞിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ മാത്രമാണ് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ആവശ്യങ്ങളെ മുന്നമേ അറിഞ്ഞ് നമുക്ക് വേണ്ടി കരുതുന്ന നല്ല കർത്താവാണ് നമ്മുടെ ദൈവം. മനുഷ്യർ നമ്മെ മറന്നേക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത ആപത്തുകളും അനർത്ഥങ്ങളുമൊക്കെ സംഭവിച്ചേക്കാം. എന്നാൽ അതൊന്നും നമ്മുടെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ മറഞ്ഞിരിക്കുന്നതല്ല. ദൈവം സകലതും അറിയുന്നു. നമുക്ക് ഇന്നു വേണ്ടത് ദൈവം നാളുകൾക്ക് മുന്നമേ അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാളുകൾക്ക് മുന്നമേ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നാം പ്രാർത്ഥനയിൽ ആ മറുപടിയെ വിശ്വാസത്താൽ സ്വീകരിക്കുകയും അതിനുവേണ്ടി ആത്മാവിൽ ഒരുങ്ങുകയും മാത്രമാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കുന്നു. ആരെല്ലാം നമ്മെ കൈവിട്ടാലും ആ ദൈവം നമ്മെ കൈവിടില്ല. നമ്മുടെ താഴ്ചയിൽ ആ ദൈവം നമ്മെ ഓർക്കുന്നു. നമ്മുടെ അനാഥവേളയിൽ ആ ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ചൂടുള്ള സ്നേഹം നൽകുന്നു. നാം പിന്നെ എന്തിനാണ് സംശയിക്കുന്നത്? വിശ്വസിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ആ ദൈവിക മറുപടി അത് പുറപ്പെട്ട് കഴിഞ്ഞു. അത് സ്വീകരിക്കുവാൻ ആത്മാവിൽ ഒരുങ്ങുക മാത്രം ചെയ്യുക. അതിന് തടസ്സമായതിനെയെല്ലാം ദൈവം തന്നെ നീക്കം ചെയ്യും. ആ മറുപടി കവർന്നു കൊണ്ടുപോകുവാൻ ദൈവം ആരെയും അനുവദിക്കില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ അരുത്. അവർ മനുഷ്യർക്ക് വേണ്ടി വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ചിലരെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ.